കേശവ താൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ തനിക്ക് ഏതാണ്ടൊക്കെയോ എന്താണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ദാക്ഷായണി എന്നോടിത്ത മരുൾ ചെയ്തെന്റെ കേശവ പത്മനാഭോ എന്തോ ഞാൻ ഇന്നലെ ജനകം കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ നമുക്ക് നാളെ ഒരുപാട് ആൾക്കാർ കൂടൂല ഇവിടെ. ഒരുപാട് ആൾക്കാർ കൂടും. അപ്പൊ ഒരു 10 പറ അരി മതിയാവോ? 10 പറ അരി മതിയാവും. ചിലപ്പോ പോരായ്മ ഒന്നല്ലോ. പോരായ്മ വരും. എന്നാ പിന്നെ 10 പറ ഇടാല്ലേ? 10 പറ ഇടാം. അല്ല ചിലപ്പോ എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം നിവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹകരണത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലെറിയാൻ പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. ശേഖരനോട് എന്താ പറഞ്ഞേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇന്നാളെ ഇവിടെ പഠിച്ചതിന് ഇഷ്ടമെന്ന് പറഞ്ഞ അതുപോലെ നുണ പറയണോ? അല്ല, കുട്ടനോട് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടാ. നേരാ. അഷ്ടസ്ത്രിതാ പ്രദണ്ഡം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യതുകുല കാമ്പോചി ക്ലിഞ്ഞു പ്ലിഞ്ഞു സംസുള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടേ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ ഏത് തത്തേടാ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ എന്ന് പറഞ്ഞു പച്ചത്തത്തിൽ നീ മേലെ പാട്ട് പഠിക്കുന്നു കേട്ടോ. 100 വർഷം ഒറ്റക്കാലി തപസ് ചെയ്താലും വെള്ളം ലീക്ക് ചെയ്യാതെ പ്ലംബിംഗ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. പ്ലംബിംഗ് അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്ന മഹാസാഗരം. നനഞ്ഞിട്ടുണ്ട് ഒരുപാട്. 10ാം ക്ലാസ് തോറ്റു നിന്ന മോനെ കണ്ടപ്പോ അച്ഛനൊരാഗ്രഹം, എന്തിനാ പ്ലംബിംഗ് പഠിക്കാൻ വിടാൻ. നേരെ ചെന്ന് കയറിക്കൊടുത്തത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ഉത്തമൻ മേശ്രി. ചെന്നപ്പോ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ സംഭവം? ജവാന്റെ കുറഞ്ഞ റം പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് കാണിച്ച് പുള്ളി പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ. പണിക്ക് പറഞ്ഞു വിട്ട അച്ഛനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പൈപ്പിന്റെ മുകളിൽ കയറിയെങ്കിരുന്നു. ചന്തി നനഞ്ഞാലെന്താ, മേശ്രി ഫ്ലാറ്റ്. പിന്നെ കയ്യിൽ പൈപ്പ് റേഞ്ചും സോൾവെന്റുമായി കുറെ നാൾ. ഒടുവിൽ ഉത്തമ മേശ്രിയുടെ പണിയും തട്ടിയെടുത്ത് ടാങ്കിൽ ഒരു പിടി പച്ചമണ്ണും വാരിയിട്ട് എങ്ങും നിലയ്ക്കാത്ത യാത്ര. സബറോങ്കി സിന്ദഗി നോ പണി വേലേം കൂലി നഹി ജാത്താ ഹൈ. സുഭാഷ് ലൗലിയേ ഗുണ്ടുമല്ലിയേ ലൗലി സൊൽവടി ബേബി ബേബി ലൗലിയേ ഗുണ്ടുമല്ലിയേ ലൗലി സൊൽവടി ബേബി ബേബി ഫൈറാൻ ലൗലിയേ ഗുണ്ടുമല്ലിയേ ലൗലി സൊൽവടി ബേബി ബേബി കാതലൻ കച്ചൈ കലയേ കാതലൻ കച്ചൈ കലയേ ചുട്ട ചുട്ടടാ ചുടാത്ത ചുട്ടടാ ചുട്ട ചുട്ടട ചുടാത്ത ചുട്ടട ചുട്ടോർത്തു ചുട്ട
ചേട്ടാ സമയം എത്രയായി? ആരാ അത്? ഗോപൻ കുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ കുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നാന്നോ? എന്നെയും കൊണ്ട് വന്നതെന്ന്. ഞാൻ അതല്ലേ ചോദിച്ചേ, എന്റെ ഈ പുതിയ വീട്ടിലെ കയറി താമസം നിങ്ങൾ എന്തിനാ വന്നേന്ന്? നിനക്ക് ലോകപരിചയം വളരെ കുറവാണ്. അതുകൊണ്ട് പറയുക, ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല. ഞാനെനിക്ക് ലോകപരിചയം ഒരുപാടുണ്ട്. നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പഞ്ഞിട്ടാ. നീ നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. 3-4 റൈഡേ കയറിയത് വൈകിട്ട്. അത് വീഗാലാൻഡ്, ഇത് നാഗാലാൻഡ്. അതിഭയങ്കരമായ നാഗന്മാരുള്ള സ്ഥലമാ. ഗോവലേട്ടാ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അല്ല, തെറ്റി. പല ജാതി, പല മതം, പല ദൈവം, പല നിറം. കഥാ കറുത്തു. ഓ യമഹയായിരുന്ന ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വര, ഇതെന്താ തടാക്കോ? ഷൂ, ആര് കണ്ടില്ല. ഓ, അക്കിലി ചവിട്ടിയ പോലെയായി. നിന്റെ മോവേ ആരാടി ഈ ബുദ്ധമതത്തിൽ നിന്ന് വിളിക്കുന്ന ആരാണ്? ബുദ്ധമതത്തിൽ നിന്റെ ഫോണിൽ കോള് വരുന്നത് എന്താന്ന് എനിക്കറിയണം. പഠിക്കാൻ വിടുമ്പഴേ സ്കൂളിൽ കയറണം, അല്ലാതെ മാവിന് കല്ലെറിഞ്ഞോണ്ട് നടക്കരുത്. ഇത് ബുദ്ധമതം. ബിന്ദു മാഡം, മനുഷ്യ ബിന്ദു. വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ കയറ് മുഴുക്കല് ചൂലെ. എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലേ. ഞാൻ ആരാണെന്ന് അറിയാൻ അരപ്പേ. നീ ഏത് മരക്കഴുതിയാലും എനിക്കെന്താ കോപ്പൻ. ആഹാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ പട്ടി. നാട്ടുകാർ കാണൂടാ തെണ്ടി.
ചിക്ക് പുക്ക് റെയിലേ റെയിലേ കള്ളക്കിട്ട് പാരുത് സ്റ്റൈലേ സ്റ്റൈലേ സിക്കുവാറ് മൈലേ മൈലേ ചിക്ക് പുക്ക് റെയിലേ റെയിലേ കള്ളക്കിട്ട് പാരുത് സ്റ്റൈലേ സ്റ്റൈലേ ജീൻസ് പാന്റ് താം പോട്ടാച്ചി ആരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി ശശികല മൂളും അംഗൻവാടികളിൽ അറിഞ്ഞാടുന്നു മനം അറിഞ്ഞാടുന്നു ഹേമന്തം പോലെ പന്തം പോലെ ലയം പോലെ മരം പോലെ ഹരിത ഹരിത വനിതേ. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്ത് കൊടുക്കേണ്ട സമയം നിവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹകരണത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഞാൻ. ചളിനെ ചവിട്ടിക്കൂടി കടലെറിയാൻ പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറപറന്നൊക്കെ എഴുതിയ മതി. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്ത് നീ തന്നെ എഴുതി മണ്ണു നോക്ക്. അയ്യേ ആ ഇതിൽ ഇനിയുണ്ട് ശങ്കൾ, ഇത് മുഴുവൻ വേണം. മുഴുവൻ കളയല്ലേ. ജമണിക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞൗണിക്കല്ല, അത് കവടിയാണ്. ഓം നീക്കോനാച്ചാ ഇരുന്നോളൂ. അപ്പോ എന്തൊക്കെയാ? തലക്കുറി ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു കാണായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായി. അതാണ്, ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ, തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ എന്തിനാ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി? അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലല്ലെന്ന് ചോദിക്കേ. തമ്പുരാന്റെ നക്ഷത്രം മൂലം. അതെ, മുഖത്ത് എഴുതി വെച്ചിരിക്കണു, മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വച്ചൊരു ശ്ലോകം ചൊല്ല്. വാവച്ച് കല്യാണം തെറ്റും, പിന്നീട് മൂലം വെച്ചു. ഇവളുടെ വിവാഹം, ആയുസ്. കവടി കഷ്ക എന്തോടെ ഒക്കെ ചെയ്യണ്ടു? കവടി കഷ്കം എന്തെങ്കിലൊക്കെ പോറ മതി. എടാ വിടാൻ തോന്നലടാ, എന്തൊരു സുഖം ഇത്. വെറുതെ അല്ലേ ജോത്സ്യന്മാര് ഇതിന് പിടിവിടാത്തത്. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഷു ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. ചിങ്ങമാസത്തിന്റെ ഒരു ശ്ലോകം ചൊല്ല്. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാക്കും. കൂടെയുള്ള എന്തെങ്കിലും കുളി പതിവില്ല. എന്നാ പിന്നെ പതിവ് തെറ്റിക്കണ്ട. കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയ കൊള്ളായിരുന്നു. അല്ല, കുളി പതിവില്ലാന്ന് പറഞ്ഞു. അതെന്റെ വടി ഒന്ന് പോളിഷ് ചെയ്യണം. വടിയോ? എന്റെ വടി, എന്റെ പണിയായുധം, ടൂൾസ്. ഓ, ചില്ലി ചില്ലി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞിയും കടലക്കറി എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഉച്ചക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മീൻകറി നിർബന്ധ. അപ്പൊ രാത്രിയിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച കോഴിയും ചപ്പാത്തിയാക്കിയല്ല ബെസ്റ്റ്. ഞാനെന്തങ്ങനെ പറയുന്നിരിക്കുന്നു. നാടൻ കോഴി ആയിക്കോട്ടെ. പേടാ പേടാ. പെട കിട്ടിയില്ലെങ്കിലേ നിനക്ക് എന്റെ നല്ല പേട കിട്ടും.